ഗൈസ് ഞാനൊരു അടിപൊളി നല്ലൊരു കുഴിമന്തി വെക്കാൻ പോകുന്നത് സ്പെഷ്യൽ കുഴിമന്തിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനം ചിക്കൻ, കരിവേപ്പില, തക്കാളി, വെളുത്തുള്ളി, പിന്നെ കറുകപ്പട്ട, 2 ഉണക്കനാരങ്ങ, തക്കോലം, കറാമ്പൂവ്, ഏലക്കായ്, പച്ചമുളക്, മാഗി ക്യൂബ്, അതിൻ്റെ കറുകപ്പില, പിന്നെ മന്തി മസാല, ചെറിയ ജീരകം, കുരുമുളക്, സവാള, ക്യാപ്സിക്കം, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, കുരുമുളകിൻ്റെ എണ്ണ, സൺഫ്ലവർ. അപ്പോൾ ഇത്രയും ഇതിക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഒന്ന് മസാല ആക്കാൻ പോവുകയാണ്. അപ്പോൾ മസാല കുരുമുളക്, ജീരകം പൊട്ടി കൊടുക്കുന്നുണ്ട്, കുരുമുളക് കുറച്ച് കൊടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം കൊടുക്കുന്നുണ്ട്, മല്ലിയില, പുതിനയില കൊടുക്കുന്നുണ്ട്, കുരുമുളകിൻ്റെ പൊടിക്കാത്തത് കൊടുക്കുന്നുണ്ട്, സവാള കൊടുക്കുന്നുണ്ട്, പിന്നെ മാഗി ക്യൂബ് കൊടുക്കുന്നുണ്ട്. അത്രയും ഇതിലേക്ക് വേണ്ടുള്ളൂ. കറാമ്പൂ കൊടുക്കുന്നുണ്ട്, ഏലക്കായ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ അരി വേവിക്കുമ്പോൾ അരിക്കുള്ള സാധനങ്ങളതൊക്കെ അല്ലാത്തൊക്കെ ഇട്ടിട്ട് ഇനി മസാല കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനും ഒന്ന് മസാല ഇടുമ്പോൾ പോകാം. ഉപ്പിട്ടെടുത്തിട്ടില്ല. ഉപ്പില്ലാത്തതാണ് അത്രയുള്ള നമ്മുടെ സാധനങ്ങൾ. നമ്മൾക്ക് ഇതായിരിക്കും എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് മസാല ആക്കിയിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി ലൈക്കും കമൻറ്റും ഒക്കെ തരണം. ഇത് അടിപൊളി നല്ലൊരു മണമാണ് ഈ കുഴിമന്തിക്ക്. ഒരു സ്പെഷ്യൽ ആരും വെക്കാത്തൊരു സ്പെഷ്യൽ കുഴിമന്തിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്തൊന്നും വെച്ചിട്ട് നീര് വലിപ്പിക്കണം. ഒന്നിങ്ങനെ പൊരിച്ച മാതിരി ആക്കണം. നമ്മളെ കോഴി ആ ഉള്ളിയൊക്കെ കിടന്ന് അതിലിങ്ങനെ കിടന്ന് സെറ്റായി കിട്ടണം. അപ്പോഴാണ് നമ്മളെ കുഴിമന്തിക്ക് നല്ല മണം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരി അടുപ്പത്തിടാൻ പോകുക. അതായത് അരിക്ക് നാരങ്ങ എടുത്ത് കൊടുക്കുക. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അരിക്കുന്ന നാരങ്ങ കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല തിളച്ച് വരട്ടെ. ഇതിലുള്ള അരി എടുത്തിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ നല്ല തിളച്ച് വരാം. അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ വന്നെടുക്കുന്നുണ്ട്. മതി നാരങ്ങ ഒരു പൊടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരി വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായി നാരങ്ങൻ്റെ നീര് പാരണമെങ്കിൽ പാരല്ലെങ്കിൽ പാരണ്ട. എന്നാൽ ഞാൻ എൻ്റെ കയ്യിൽ നാരങ്ങ ഉണ്ടാകുമ്പോൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റിപ്പാക്കിക്കോളി. ഇത് അരി ഇട്ടെടുക്കുകയാണ്. അരി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. നമ്മളെ ചോറ് കുഴിമന്തിക്കുള്ള അരി ചോറ് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഊറ്റാൻ പോവുക. നമ്മൾ ഈ മസാലയിലേക്ക് ഇത് കൂട്ടി കൊടുക്കാൻ പോവുകയാണ്. പച്ചമുളക് വെച്ചെടുക്കുകയാണ്. അതിനുണ്ടെങ്കിൽ വെക്കാൻ രസമാണ്. ഒഴിച്ചെടുക്കുകയാണ്. ഒഴിച്ചെടുക്കുന്നുണ്ട്. വെച്ചെടുക്കുകയാണ്. ചോറ് സെറ്റായിട്ട് റൈസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് അതിനകത്ത് ഇത് മാറ്റുകയാണ്. അങ്ങനെ ചൂടാണ്. അപ്പോൾ നമ്മൾ കഴിക്കലാണെങ്കിൽ എടുക്കണം. മറിച്ചാണ് അടിയിലത്തെ മസാലയൊക്കെ നമുക്ക് മേലേക്ക് കിട്ടണം. ഇതാക്കിയിട്ടുണ്ടാക്കാം. അപ്പോൾ നല്ല മസാല നല്ല രസമൊക്കെ ഉണ്ട്. കുഴിമന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാവരും കഴിച്ചാൽ കുട്ടികൾക്കാണ്. ഉച്ചക്കത്തെ സ്പെഷ്യൽ ഇതാണ്. ഇതെൻ്റെ എൻസൊക്കെ നല്ല തിന്നുന്നുണ്ട്. എന്താ നല്ല അൽഫാം കുഴിമന്തി അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ആയിക്കോണം. സൂപ്പർ.